ഹായ്, എൻ്റെ പേര് ഷാരിക. എൻ്റെ വീട് കോഴിക്കോട് കൊയിലാണ്ടിയിലാണ്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയത്തി, അച്ഛമ്മ എന്നിവരൊക്കെയാണുള്ളത്. ഞാനിപ്പോൾ UPSC സിവിൽ സർവീസ് എക്സാമിൽ 922 റാങ്ക് നേടിയിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത് ഒരുപാട് പേരുടെ സപ്പോർട്ടും കെയറും കൊണ്ടാണ്. എനിക്ക് ചെറുപ്പം മുതലേ ഞാൻ ജനിച്ചത് മുതലേ സെറിബ്രൽ പാൾസി എന്ന് പറയുന്ന രോഗമുണ്ട്. ചെറുപ്പത്തിൽ അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ലായിരുന്നു. കുഞ്ഞായിരിക്കുമ്പോൾ കാലിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ആ ടൈമിൽ തന്നെ പ്ലാസ്റ്റർ ഇട്ട് റെഡിയാക്കിയതാണ്. പക്ഷേ കുറച്ച് കഴിയുമ്പോഴാണ് ഒരു 6 മാസമൊക്കെ കഴിഞ്ഞ് കമിഴ്ന്ന് കിടക്കാനുള്ള ആ ഒരു പ്രായമായിട്ടും അങ്ങനെ കമിഴ്ന്ന് കിടക്കാത്തത് കൊണ്ടാണ് അച്ഛനും അമ്മയും പിന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോഴാണ് ചെറിയ പ്രശ്നമുണ്ടെന്ന് അറിയുന്നത്. പിന്നെ ഫർദർ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു 5-6 സർജറീസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ കാലിന് ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടായിരുന്നു, ചെറിയൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഹിപ്പിൽ ഒരു സർജറി കഴിഞ്ഞു. അതിനുശേഷം ആ ഹൈറ്റ് ഡിഫറൻസ് കൂടുകയാണ് ചെയ്തത്. അപ്പോൾ അതുവരേക്കും ഞാൻ 2 സൈഡിൽ സപ്പോർട്ട് കൊണ്ട് നടക്കുമായിരുന്നു. പക്ഷേ പിന്നീട് ആ സർജറിക്ക് ശേഷം നടക്കാൻ പറ്റാതെയായി. പിന്നെയാണ് ഞാൻ സ്കൂളിലൊക്കെ ചേർക്കുന്നത്. സ്കൂളിൽ ഞാനിവിടെ അടുത്ത് തന്നെയുള്ള കണ്ണോത്ത് UP സ്കൂളിലാണ് പഠിച്ചത്. സാധാരണ സ്കൂളാണ്, ഗവൺമെൻറ് സ്കൂളായിരുന്നു. ഇവിടെ സ്കൂൾ ബസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പോകുന്നത്. രാവിലെ അമ്മ ഇവിടെ നിന്ന് കയറ്റിയിട്ട് അവിടെ എൻ്റെ കസിൻസ് ഉണ്ടായിരുന്നു. 5th വരെ അവിടെ എൻ്റെ കസിൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ക്ലാസ്സിലാണെങ്കിൽ ഫുൾ ഫ്രണ്ട്സ് തന്നെയാണ് സപ്പോർട്ട്. ഫ്രണ്ട്സും ടീച്ചേഴ്സുമാണ് എല്ലാ കാര്യത്തിനും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. ബുക്സ് എടുക്കാനാണെങ്കിലും ഫുഡ് കഴിക്കാനാണെങ്കിലും എല്ലാ കാര്യത്തിലും, ബാത്റൂമിൽ എല്ലാ കാര്യങ്ങളും ടീച്ചേഴ്സിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും സഹായം കൂടെ തന്നെയാണ് നടന്നിരുന്നത്. എൻ്റെ പേര് ശശി, ഷാരിയുടെ അച്ഛനാണ്. ഞാനൊരു പ്രവാസിയാണ്. ദോഹ ഖത്തറിലാണ് ജോലി ചെയ്യുന്നത്. മകളെപ്പറ്റി പറയുകയാണെങ്കിൽ ഈ വിജയത്തിൽ വലിയ സന്തോഷമുണ്ട്. ഷാരികനെ പറ്റി പറയുകയാണെങ്കിൽ അവൾ ചെറുപ്പകാലം മുതലേ നല്ലോണം പഠിക്കുന്ന കുട്ടിയായിരുന്നു. അവളെ കൂടെ അവളെ അമ്മയാണ് ഈ സമയം ഉണ്ടാകാറ്. ഞാനൊരു പ്രവാസിയാണ് കൊണ്ട് നാട്ടിലധികം ഉണ്ടാകത്തില്ല. പിന്നെ അവളെ അസുഖത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രസവ ടൈമിൽ തന്നെ അവൾക്ക് കാലിൻ്റെ ഒരു ചെറിയ പ്രശ്നം ആദ്യം കണ്ടു. ഞങ്ങൾക്കത്ര ഫീൽ ചെയ്തില്ല. കാലിന് ചെറിയ എന്താ പ്രശ്നമാണെന്ന് അറിഞ്ഞത്. മെഡിക്കൽ കോളേജ് ആയിരുന്നു ഈ പ്രസവം. ചികിത്സ എന്ന് വെച്ചാൽ അമ്മ മാത്രമായിരുന്നു ഇതിനെല്ലാം വേണ്ടി. ഞാൻ കമ്പനി പണിയാതുകൊണ്ട് 2 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ നാട്ടിൽ വന്നിരുന്നുള്ളൂ. അതിൻ്റെ പേരിൽ ചികിത്സ കുറച്ച് പേവ് വന്നിട്ടുണ്ട്. അച്ഛൻ എന്ന നിലയിൽ എനിക്കതിന് വലിയ സങ്കടമുണ്ട്. പിന്നെ അവളെ സ്കൂളിൽ ചേർത്തപ്പോൾ 1ാം ക്ലാസ് തൊട്ട് അവളെ അമ്മ തന്നെയാണ് ഓട്ടോ വിളിച്ച് അടുത്തുള്ള സ്കൂളായിരുന്നു കൊണ്ടുപോയിരുന്നത്. സ്കൂളിലെല്ലാം പഠിക്കാൻ നല്ല മിടുക്കിയായിരുന്നു. പിന്നെ അങ്ങനെ ചികിത്സ ഞങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കിയില്ല. എന്നാലും പഠിത്തം തന്നെയായിരുന്നു മുൻഗണന കൊടുത്തത്. പഠിത്തത്തിലെല്ലാം അവൾ ഫസ്റ്റ് ക്ലാസ് എല്ലാത്തിലും ഒന്നാമതായിരുന്നു. അതിനുശേഷം ഞങ്ങൾ വരുന്ന ടൈമിൽ മാത്രം എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ കാണിക്കും. അത് ചെറിയൊരു അതിന് പറയാൻ അറിയില്ല. 2 മാസം 3 മാസത്തെ ലീവിലാണ് വരുത്ത്. അപ്പോൾ ഇവിടെ അടുത്ത് മെഡിക്കൽ കോളേജ് കാണിച്ച് 2 ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് അവൾക്ക് ഓപ്പറേഷനിൽ ഇതിൽ വലിയ വിശ്വാസം ഇല്ലാണ്ടായി. പിന്നെ അവളെ ജീവിതം പിന്നെ ഇവിടെ വീൽ ചെയറിലായി. അവളെ പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിച്ചു. പിന്നെ അവൾക്ക് വേണ്ടി ഞങ്ങൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചെങ്കിലും പഠിക്കാൻ ഞങ്ങൾ അവളെ ഒന്നും ചെയ്തിട്ടില്ല. അവളെ സ്വന്തം കഴിവുകൊണ്ട് അവൾ പഠിച്ചു. പിന്നെ അവളെ സഹായിക്കാൻ വേണ്ടി പലരും മുന്നോട്ട് വന്നു. പ്രത്യേകിച്ച് UP സ്കൂളിലെ അബ്ദുറഹ്മാൻ മാഷ്, അതുപോലെ ഈ പഞ്ചായത്തിൻ്റെ മറ്റൊരു സ്കൂളിലെ ഞങ്ങളെ അടുത്ത ഫാമിലി സുഹൃത്തായ സജീവൻ മാഷ്, ഇവരെല്ലാം ഞങ്ങൾക്ക് വളരെ സഹായിച്ചു. ഞാൻ അബ്ദുറഹ്മാൻ, ഷാരിക 1 മുതൽ 7 വരെ പഠിച്ച കണ്ണോത്ത് UP സ്കൂളിലെ അധ്യാപകനാണ്. ഒരു 15 വർഷമായി ഭിന്നശേഷി മേഖലയിലും അതുപോലെ പാലിയേറ്റീവ് കെയർ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണ്.
ശാരിക ഒന്നാം തരത്തിലേക്ക് വരുന്ന ആ വരവ് എൻ്റെ കണ്ണിലിപ്പോഴും ഉണ്ട്. അമ്മയുടെ ഒക്കത്തിരുന്നുകൊണ്ട് ഒരു കൈക്കുഞ്ഞിനെ പോലെ എൻ്റെ സ്കൂളിലേക്ക് കടന്നു വരുന്ന രംഗം ഇപ്പോഴും ഓർമ്മ വരികയാണ്. ശാരികയുടെ ജീവിത സഞ്ചാരത്തിൽ അവരുടെ കൂടെ എപ്പോഴും നിൽക്കാൻ കഴിഞ്ഞ ഒരാളെ നിൽക്ക് ശാരികയ്ക്ക് ഇപ്പോൾ കിട്ടിയ നേട്ടത്തിൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. പൊതുവേ ഇങ്ങനെയുള്ള ഭിന്നശേഷി കുട്ടികളുള്ള രക്ഷിതാക്കൾ അവരുടെ മക്കളെ പൊതു ഇടങ്ങളിലേക്കും ആളുകളെ പരിചയപ്പെടുത്താനൊക്കെ പൊതുവെ മടിക്കുന്നൊരു അവസ്ഥ മുമ്പ് കാലത്തൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് താരതമ്യേന കുറഞ്ഞു വരികയാണ്. എന്നാൽ പോലും ഇവരെ ആളുകൾ പൊതുവായി എത്തിപ്പെടുന്ന സ്ഥലങ്ങളിലേക്കും അല്ലെങ്കിൽ അവർക്ക് എത്തിപ്പെടാനാവുന്ന ഉയരങ്ങളിലേക്കും കൊണ്ടുപോകാൻ രക്ഷിതാക്കളും പൊതുസമൂഹവും പൊതുവേ അത്ര താല്പര്യം കാണിക്കാറില്ല. ശാരികയെ സംബന്ധിച്ചിടത്തോളം അവരുടെ രക്ഷിതാക്കൾ അവർക്ക് ലഭിച്ചൊരു വലിയ ഭാഗ്യമാണ്. അവരുടെ അമ്മ രാഖിയും അച്ഛൻ ശശിയും അവളെ എത്തിക്കാനാവുന്ന ഇടങ്ങളിലൊക്കെ എത്തിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ഈ അമ്മ ഈ കുട്ടിയെ ഒരു ഓട്ടോയിൽ കയറ്റി മേപ്പയൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊണ്ടുപോവാണ്. എടുത്ത് ക്ലാസ്സിലാക്കി വൈകിട്ട് അതേ അവസ്ഥയിൽ തന്നെ തിരിച്ചു വരികയാണ്. ഇപ്പോൾ ഉള്ളതുപോലെ ഈ ഭിന്നശേഷി ഫ്രണ്ട്ലി സ്ഥാപനം അല്ലായിരുന്നു മേപ്പയൂർ ഹൈസ്കൂൾ. ഇപ്പോൾ കുറേ മാറ്റം വന്നു. പക്ഷേ ആ സമയത്ത് അവിടെ കയറ്റങ്ങളും ഇറക്കങ്ങളും ചവിട്ടുപടികളൊക്കെ അതൊക്കെ കടന്നുകൊണ്ട് ഈ കുട്ടിയെ ഒക്കത്തിരുത്തി ക്ലാസ്സിൽ കൊണ്ടുപോയി തിരിച്ചു വരുന്നൊരവസ്ഥയാണ് ഉണ്ടായത്. ഇതിനുശേഷം ശാരിക വളരെ ബ്രൈറ്റായൊരു സ്റ്റുഡൻ്റാണ്. ഒരു സാധാരണ കുട്ടിയേക്കാൾ ബുദ്ധിപരമായി കഴിവുള്ള ഒരു കുട്ടിയാണ്. സെറിബ്രൽ പൾസി എന്ന അസുഖം ബാധിച്ചിട്ടുള്ള ശാരീരികമായ ആവശ്യത ഉണ്ടെങ്കിലും ബുദ്ധിപരമായി അത്രയേറെ കഴിവുള്ള കുട്ടിയാണ്. LSS കിട്ടിയിരുന്നു, USS കിട്ടിയിരുന്നു. അതുപോലെ നമ്മുടെ കലാമേളകളിലൊക്കെ നമ്മൾ ഈ കുട്ടിയെ പങ്കെടുപ്പിച്ചിരുന്നു. പിന്നെ SSLCക്ക് സോഷ്യൽ സ്റ്റഡീസ് ഒഴികെ ബാക്കി വിഷയങ്ങൾക്കൊക്കെ A+ കിട്ടി. സ്ക്രൈബില്ലാതെ എഴുതിയതാണ്. ഈ ഇടത് കൈയുടെ 3 വിരലുകളെ അവൾക്ക് ചരിക്കൂ. സയൻസായിരുന്നു പ്ലസ് ടു എടുത്തത്. സയൻസിന് മുഴുവൻ വിഷയങ്ങൾക്കും A+ കിട്ടി. അതേപോലെ പിന്നീട് ഈ ശാരീരികമായ അവസരങ്ങളുകൊണ്ട് സയൻസ് വിഷയങ്ങൾ പഠിച്ചില്ല. കൊയിലാണ്ടി SNDP കോളേജിൽ BA ഇംഗ്ലീഷിനാണ് അവൾ പഠിച്ചത്. ആ ക്ലാസ്സിലെ ടോപ്പറായിരുന്നു. അവരുടെ അധ്യാപകർ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നു. അവർ പറഞ്ഞ ആ ബാച്ചിലെ ഏറ്റവും മികച്ച സ്റ്റുഡൻ്റായിരുന്നു ശാരിക. അങ്ങനെ അവിടങ്ങളിലൊക്കെ ഈ അമ്മ ഈ കുട്ടിയെ ഇങ്ങനെ എടുത്തുകൊണ്ടുപോയും പിന്നെ ഒരു മടിയുമില്ലാതെ എല്ലാ ഇടങ്ങളിലേക്കും ആ കുട്ടിയെ കൊണ്ടുപോവുകയും ചെയ്തു എന്നുള്ളതാണ് സന്തോഷകരമായ കാര്യം. എൻ്റെ പേര് രാഗി. ഞാൻ ശാരികയുടെ അമ്മയാണ്. സെറിബ്രൽ പാൾസി എന്ന രോഗം മൂലം ഇത്രയും വൈകല്യങ്ങൾ ഉണ്ടായിരുന്നിട്ട് കൂടി ഇത്രയും ഉന്നത വിജയത്തിലേക്ക് എത്തിയതിൽ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്. അവളുടെ പഠനത്തിൽ സ്കൂൾ തൊട്ട് 1ാം ക്ലാസ് മുതൽ +2 വരെ അവളുടെ സുഹൃത്തുക്കളും അധ്യാപകരും അവരുടെ ചേച്ചിമാരും ഒപ്പം കൂടെ ഉണ്ടായിരുന്നത്. ഞാൻ രാവിലെ സ്കൂൾ കൊണ്ടുപോവുകയും വൈകുന്നേരം തിരിച്ചു കൊണ്ടുവരികയും മാത്രമേ ചെയ്തിരുന്നുള്ളൂ. ബാക്കിയുള്ള സപ്പോർട്ടൊക്കെ അവർ തന്നെയാണ് ചെയ്തത്. അവളുടെ ഈ വിജയത്തിൽ ഈ നാടും കൂട്ടുകാരും ബന്ധുക്കളും എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. അതുപോലെ തന്നെ ഞങ്ങൾ സന്തോഷിക്കുന്നു. ഞങ്ങളുടെ മോളെ പോലെ നിരവധി കുട്ടികൾ ഇതുപോലെ വീടുകളിൽ പഠിക്കാൻ പറ്റാതെ ഇരിക്കുന്നുണ്ടാവും. അവരെ ജീവിത വിജയത്തിലേക്ക് കൊണ്ടുവരാൻ എല്ലാ രക്ഷിതാക്കളും ശ്രമിക്കുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് സജീവൻ. ഈ വാർഡിൻ്റെ മെമ്പറും ഗ്രാമപഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. ശാരികയുടെ കുടുംബസുഹൃത്ത്, അയൽവാസി എന്ന നിലയിലാണ്. ശാരിക ചെറിയ പ്രായത്തിൽ തന്നെ പഠനത്തിന് വലിയ മുൻതൂക്കം കൊടുക്കുന്നൊരു കുട്ടിയാണ്. ശാരീരിക വൈകല്യം ഒന്നും അവരുടെ പഠനത്തിനോ മറ്റുള്ള കാര്യങ്ങളിലോ ബാധിച്ചിട്ടില്ല. എന്നും അതൊരു മാതൃകയാവുന്ന തരത്തിലേക്കുള്ള, എല്ലാവർക്കും പ്രചോദനമാവുന്ന തരത്തിലേക്കുള്ള പഠന നേട്ടവും അതോടൊപ്പം തന്നെ അവളുടെ മുന്നേറ്റം ഈ നാടിന് തന്നെ മാതൃകയാണ്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിനും ഇന്ന് ലോകം അറിയപ്പെടുന്ന രീതിയിലേക്ക് ഈ ഗ്രാമത്തെ എത്തിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച ശാരിക ഈ നാടിൻ്റെ അഭിമാനമാണ്.
ഫാമിലി എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് ഞാൻ കരുതുന്നത് എൻ്റെ ഫാമിലിയാണ്. കാരണം അവരാണ് എൻ്റെ ബാക്ക് ബോൺ, അല്ലെങ്കിൽ എൻ്റെ പില്ലർ ഓഫ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് അവരാണ്. എൻ്റെ ഫാമിലിയിൽ അച്ഛൻ, അമ്മ, അനിയത്തി, അച്ഛമ്മ, ഇത്രയും പേരാണ് ഉള്ളത്. എൻ്റെ അമ്മേനെ പറ്റി പറയുകയാണെങ്കിൽ അമ്മയാണ് എല്ലാം. ഞാൻ പണ്ട് മുതൽ എൻ്റെ അച്ഛൻ നാട്ടിലില്ല, അച്ഛൻ ഖത്തറിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, അമ്മ ഹോം മേക്കറാണ്. അപ്പോൾ അച്ഛൻ നാട്ടിലില്ലാത്തത് കൊണ്ടല്ല എന്നെ സ്കൂളിൽ കൊണ്ടുവിടുന്നതും എന്നെ കൂട്ടിക്കൊണ്ടുവരുന്നതും, പിന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും, എനിക്ക് എല്ലാ കാര്യത്തിനും ഒരു അസിസ്റ്റൻസ് വേണം, അതുകൊണ്ട് എല്ലാം ചെയ്യുന്നത് എൻ്റെ അമ്മയാണ്. അതുകൊണ്ട് തന്നെ അമ്മയെ വിട്ടിട്ട് ഞാൻ എവിടെയും ഇത്രയും കാലം പോയിട്ടില്ല. പിന്നെ അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ അച്ഛൻ അവിടെ ഇപ്പോൾ കല്യാണത്തിന് മുമ്പേ ഖത്തറിൽ വർക്ക് ചെയ്യുമായിരുന്നു. ഇപ്പോഴും അച്ഛൻ ഖത്തറിൽ തന്നെയാണ്. അച്ഛൻ അവിടെ, എനിക്ക് തോന്നുന്നു അവിടെ നിൽക്കാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. കാരണം ഞാൻ ഇതുവരെ പഠിച്ചതും ഒക്കെ ഗവൺമെൻറ് സ്കൂളിലും കോളേജിലുമാണ്. പക്ഷേ എൻ്റെ വിദ്യാഭ്യാസത്തിന് ഒരുപാട് പൈസ അച്ഛന് അമ്മയ്ക്കും ചിലവാക്കേണ്ടി വന്നിട്ടുണ്ട്. അത് ഈ ട്രാൻസ്പോർട്ടേഷൻ്റെ ഇതാണ്. കാരണം ഡെയിലി ഓട്ടോന് പോയി വരാമെന്നുള്ളത് അത്രയും വലിയൊരു പൈസയാകും. അപ്പോൾ എനിക്ക് തോന്നുന്നു അച്ഛന് അതുകൊണ്ട് തന്നെ ആയിരിക്കും അവിടെ ഇത്രയും കാലം പിടിച്ചു നിൽക്കുന്നത് ഞാൻ വിചാരിക്കുന്നു. സെവൻത്ത് കഴിഞ്ഞ് പിന്നെ ഹൈസ്കൂളിൽ പോകുമ്പോഴാണ് ഒരു പ്രശ്നം വന്നത്. കാരണം അടുത്തുള്ള സ്കൂൾ ഉണ്ടായിരുന്നില്ല, കുറച്ച് ദൂരമാണ്, ഒരു 7 കിലോമീറ്റർ ദൂരമുള്ളൊരു സ്കൂളാണ് ഉണ്ടായിരുന്നത്. അവിടെ ഗവൺമെൻറ് സ്കൂൾ ആയതുകൊണ്ട് നമുക്ക് സ്കൂൾ ബസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല, പ്രൈവറ്റ് ലാൻഡ് ബസ്സിന് പോകണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് പറ്റാത്തത് കൊണ്ട് തന്നെ എന്നെ അമ്മയാണ് സ്കൂളിൽ കൊണ്ടുവിടുന്നത്. ഡെയിലി ഓട്ടോന് കൊണ്ടുവിടും, വൈകുന്നേരം കൂട്ടാൻ വരും, അങ്ങനെയായിരുന്നു. അമ്മ കൊണ്ടുവിട്ട് ആ ഒരു ബാക്കിയുള്ള ടൈമിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫ്രണ്ട്സ് തന്നെയാണ് കൂടെ ഉണ്ടായിരുന്നത്. എപ്പോഴും എൻ്റെ നേല് പോലെ കൂടെ ഉണ്ടാവുമായിരുന്നു, എല്ലാ കാര്യത്തിലും സപ്പോർട്ടാണ്. അങ്ങനെ 12th കഴിഞ്ഞ് എനിക്ക് 1ാം ക്ലാസ് മുതൽ 12th വരെ സെയിം ഫ്രണ്ട്സാണ്. എന്നെ ഇത്രയും കാലം ഒരു 12 കൊല്ലം അവരെന്നെ അമ്മ നോക്കുന്ന പോലെ തന്നെയാണ് അവർ അത്രയും എന്നെ കെയർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെയാണ് ഞാൻ ആ ടൈമിൽ എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു സിവിൽ സർവൻ്റ് അല്ലായിരുന്നു, അതിന് പകരം ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവണമെന്നായിരുന്നു ആഗ്രഹം. കാരണം ഞാൻ എന്നിൽ തന്നെ ഞാൻ വിശ്വസിച്ചിരുന്നത് എനിക്ക് ഇങ്ങനൊരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റിയൊരു ജോലി എന്ന നിലയ്ക്ക് ഞാൻ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിനെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ കമ്പ്യൂട്ടറിൽ ഒക്കെ എനിക്ക് ചെയ്യാൻ പറ്റും, കമ്പ്യൂട്ടറിനോടും എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ +2 സയൻസ് എടുക്കുന്നതും പഠിക്കുന്നതൊക്കെ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ആ ടൈമിൽ JEE എക്സാമോ അല്ലെങ്കിൽ കീം എക്സാമോ എഴുതാൻ പറ്റിയില്ല. അന്ന് ഞാൻ അതെൻ്റെ ഒരു നിർഭാഗ്യം എന്ന് ഞാൻ കരുതിയൊരു കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ലൈഫിൽ നമ്മൾ ചിലപ്പോൾ നിർഭാഗ്യം എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ കുറേയൊക്കെ ടൈം കഴിയുമ്പോൾ അത് നമ്മളൊരു ഭാഗ്യം എന്ന് നമ്മൾ തിരുത്തുന്ന ഒരു സമയം വരും. എനിക്ക് തോന്നുന്നു ആ സമയം എനിക്ക് ഇപ്പോഴാണെന്ന് തോന്നുന്നു. കാരണം അന്ന് ചിലപ്പോൾ എനിക്ക് കിട്ടി ഞാൻ പോയിട്ടുണ്ടെങ്കിൽ വേറൊരു ആ ഒരു പാതയിലേക്ക് പോകുമായിരുന്നു. ഒരിക്കലും ഇങ്ങോട്ടൊരു മടങ്ങി വരവ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ +2 കഴിഞ്ഞപ്പോഴാണ് പിന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ളൊരു ആ ഒരു 1 ഇയർ നഷ്ടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഡിഗ്രി എന്നുള്ളൊരു ഓപ്ഷനിലെത്തുന്നത്. അങ്ങനെ ഡിഗ്രിക്ക് ഞാൻ വീണ്ടും ഒരു പ്രശ്നം വരുവാണ്, സയൻസ് സബ്ജക്റ്റ് എടുക്കാൻ പറ്റില്ല. കാരണം എനിക്ക് കൈകൾക്കും പ്രശ്നമുണ്ട്, അതുകൊണ്ട് ലാബൊക്കെ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ലിറ്ററേച്ചറിലെത്തുന്നത്, ഞാൻ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് ഗ്രാജുവേഷൻ ചെയ്തത്. അതും എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു കോളേജിൽ തന്നെയാണ്. അവിടെയും എനിക്ക് എന്താ പറയുക, അങ്ങോട്ടേക്ക് പോകാനുള്ളൊരു ഇഷ്ടം തീരെ ഉണ്ടായിരുന്നില്ല. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് സയൻസ് പഠിച്ച് ലിറ്ററേച്ചർ എടുക്കുക എന്നുള്ളൊരു ആ ടൈമിൽ എൻ്റെ മനസ്സിലുള്ളൊരു കാര്യമായിരുന്നു. എനിക്ക് ഭയങ്കര വിഷമം വന്നൊരു കാര്യമായിരുന്നു. പക്ഷേ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ നമ്മൾ ചിലപ്പോൾ അതൊരു കുറവാണെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അതൊക്കെ എന്താ പറയുക, കറക്റ്റ് ഒരു വേർഡ് കിട്ടുന്നില്ലെന്ന് പറയണം. അങ്ങനെ ഞാൻ ആ ഒരു 3 കൊല്ലം ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു. ആ ഒരു ടൈമിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു എയിമൊന്നും ഉണ്ടായിരുന്നില്ല. ലൈഫ് മൊത്തം ഒരു ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ ലൈഫിൽ ഈ കാലഘട്ടത്തിൽ എൻജോയ് ചെയ്ത ആ 3 കൊല്ലങ്ങളാണ്. ഒരു കോളേജ് ലൈഫായിരുന്നു. പക്ഷേ ഞാൻ +2 കഴിയുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, എന്നെ ഇത്രയും കാലം എൻ്റെ നേല് പോലെ എന്നെ കൂടെ നടന്നൊരു ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരെയൊക്കെ പിരിയേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. കാരണം നമ്മൾ 4 പേരും 4 വഴിക്ക് പോവുകയാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം എൻ്റെ മനസ്സിൽ, ഇനി അങ്ങോട്ട് എനിക്ക് ഇതുപോലെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്രയും കെയർ ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സിനെ കിട്ടുമോ, അങ്ങനെ പല കൺഫ്യൂഷൻസും ഉണ്ടായിരുന്നു. പക്ഷേ
അവരെന്നെ ഇത്രയും 12 കൊല്ലം നോക്കിയതുപോലെ എന്നെ നോക്കാൻ ഒരു 3 കൊല്ലം എന്നെ നോക്കാൻ എനിക്ക് വേറെ കുറേ കൂട്ടുകാരെ കിട്ടി. അതെൻ്റെ ലൈഫിലെ മറ്റൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അങ്ങനെ +2 ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഞാൻ ഇത്രയും നാളും എൻ്റെ ലോകം എന്ന് പറയുന്നത് എൻ്റെ വീട്, എൻ്റെ കോളേജ് അല്ലെങ്കിൽ എൻ്റെ സ്കൂള്, ഇത്രയും ചുറ്റിപ്പറ്റിയായിരുന്നു എൻ്റെ ലോകം ഉണ്ടായിരുന്നത്. പക്ഷേ ഡിഗ്രി കഴിഞ്ഞതോറും ഞാൻ വീണ്ടും അതൊന്ന് ചുരുങ്ങിപ്പോയതുപോലെ തോന്നുകയാണ്. വീട്ടിലോട്ട് മാത്രം ഒരു ഒതുങ്ങിക്കൂടേണ്ട ഒരു അവസ്ഥ വരികയാണ്. അപ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ലൈഫ് ഇതല്ല, എനിക്ക് ഇങ്ങനെ ആയാൽ പോരാ എന്നുള്ളൊരു ചിന്ത വരുന്നത് ആ ഇടയ്ക്കാണ്. പിന്നെയാണ് കരിയറിൽ ഹയർ സ്റ്റഡീസിന് പോകാനും പറ്റില്ല. കാരണം ഹയർ സ്റ്റഡീസിന് പോകാൻ കോളേജസൊക്കെ ഒരുപാട് ദൂരം, ഒന്നുകിൽ വടകരയാണ് അല്ലെങ്കിൽ കോഴിക്കോട് പോകണം, അങ്ങനെ കുറച്ച് ദൂരമാണ്. അപ്പോൾ നമുക്ക് ഡെയിലി ഓട്ടോന് പോകാമെന്ന് പറയുന്നത് അഫോർഡബിൾ അല്ല. അങ്ങനെയാണ് ഹയർ സ്റ്റഡീസും ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഫ്രണ്ട് ഗോകുൽ പറഞ്ഞിട്ടാണ് നമ്മളെ കളക്ടർ ബ്രോ എന്ന് പറഞ്ഞ ബുക്ക് വായിക്കുന്നത്, പ്രശാന്ത് നായർ IASൻ്റെ. എനിക്ക് ഈ സൊസൈറ്റിയിൽ നിന്ന് ഒരുപാട് സഹായം കിട്ടിയ ഒരാളാണ്. കാരണം ഡിഫറെൻ്റ്ലി ആബിൾഡ് എന്ന് പറയുമ്പോൾ നമ്മളെ മാർജിനലൈസ് ചെയ്യപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ അങ്ങനെ ആരും മാർജിനലൈസ് ചെയ്യാൻ അവരങ്ങനെ ശ്രമിച്ചിട്ടില്ല. കാരണം എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടെയുള്ളവരെ ഫ്രണ്ട്സ് ആയാലും ഫാമിലീസ് ആയാലും എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് പേരുടെ സഹായം കിട്ടിയ ഒരാളാണ് ഞാൻ. അപ്പോൾ സൊസൈറ്റിക്ക് എന്തെങ്കിലും റിട്ടേൺ കൊടുക്കണം എന്നുള്ളൊരാഗ്രഹം മനസ്സിലുള്ള ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ എപ്പോഴും സോഷ്യൽ സർവീസ് എൻ്റെ മനസ്സിലുണ്ട്, പക്ഷെ അതൊരിക്കലും സിവിൽ സർവീസിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ചെറുപ്പത്തിൽ ഞാൻ പഠിക്കുമ്പോൾ എന്നെ പഠിപ്പിച്ച സാറ് അബ്ദുറഹിമാൻ സാറൊക്കെ പറയായിരുന്നു, പിന്നെ ഞങ്ങൾ കളക്ടറാക്കും. കാരണം സാറിനും അറിയാം, ഒരു സാധാരണ ഒരു ജോലിയിൽ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലിയിൽ കയറി നമ്മളെപ്പോലുള്ള ഒരാൾക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. കാരണം അസിസ്റ്റൻസിന് വേറെ പുറത്ത് നമ്മൾ ആളെ വെക്കുക, അല്ലെങ്കിൽ നമ്മളെ റിലേറ്റീവ്സ് അങ്ങനെ വേണ്ടി വരും. പക്ഷേ ഇത്തരം ഒരു ഹൈ റെസ്പോൺസിബിൾ റോളിൽ വരുവാണെങ്കിൽ അതിന് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ തന്നെ ഹെൽപ്പ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ സാർ എപ്പോഴും വിചാരിച്ചിരുന്നത് എനിക്ക് ഇങ്ങനൊരു ഈ ഒരു പാത്തിലേക്ക് വരുവാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, ഇനി മുന്നോട്ട് നല്ലൊരു കരിയർ ഉണ്ടാവുമെന്ന് സാർ പണ്ടേ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാർ എപ്പോഴും ഇങ്ങനെ പറയും. പക്ഷെ അന്നൊന്നും എനിക്ക് നമ്മളെല്ലാവരെ പോലെയും എന്താ പറയുക, IAS എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവുമല്ലോ. നമ്മൾ സൂര്യന് താഴെയുള്ളതൊക്കെ പഠിക്കണം, അല്ലെങ്കിൽ അത്രയും ടഫസ്റ്റ് എക്സാമാണ്, നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ എല്ലാ തെറ്റിദ്ധാരണകളും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ ആ ബുക്ക് വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് അത് കളക്ടർ എന്ന് പറയും നമ്മളെ കോഴിക്കോട് കളക്ടറായിരുന്നു പ്രശാന്ത് സാർ. അപ്പോൾ ആ കോഴിക്കോട് നടന്ന് സാറിൻ്റെ ആ കാലയളവിൽ സാർ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് അതിൽ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലെനിക്ക് ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ളത് നമ്മളെ കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ സാർ സന്ദർശിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അവസ്ഥകൾ, പക്ഷെ അത് പറയാൻ പറ്റില്ല, അത്രയും ടച്ചിങ് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ അതിലുണ്ടായിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ ഇതിലോട്ട് വരുമ്പോൾ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ കാര്യങ്ങൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. നമ്മൾ പുറമേ ഒരു സോഷ്യൽ സെർവൻ്റ് എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു സോഷ്യൽ സർവീസ് എന്ന ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ഈ ഗവൺമെൻറ് സർവീസിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഒരു സിവിൽ സെർവൻ്റ് ആയിക്കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അറിവ് വരുന്നത് അപ്പോഴാണ് ഞാൻ ഇതിലോട്ടൊന്ന് ട്രൈ ചെയ്യാം, അങ്ങനെ ഒരു വിശ്വാസത്തെ അങ്ങനെ കിട്ടുമെന്നുള്ള ഉറപ്പൊന്നുമല്ല, എങ്കിലും ഒന്നൊരു ട്രൈ എന്ന രീതിക്കാണ് ഞാൻ ഇതിലോട്ട് വരുന്നത്. പിന്നെ എൻ്റെ ഫ്രണ്ട്, ഞാൻ നേരത്തെ അവൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് ടോപ്പേഴ്സിൻ്റെ വീഡിയോസ് കണ്ടു. ഒരുപാട് കഷ്ടപ്പെട്ട് ഇതിലേക്ക് എത്തിയ ഒരുപാട് പേരുണ്ട്. നമ്മളെപ്പോഴും വിചാരിക്കും നല്ല ഹൈ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഹൈ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്ക് ഇവിടെ വിജയിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അതെല്ലാം തെളിയിച്ച് ഒരുപാട് ടോപ്പേഴ്സ് ഉണ്ട്. ആ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴാണ് ഒരു ട്രൈ എന്ന രീതിക്കാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെ ആബ്സല്യൂട്ട് എന്ന് പറയുന്ന IAS അക്കാഡമി ഉണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഡിഫറെൻ്റ്ലി ആബിൾഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടി ചിത്രശലഭം എന്ന് പറഞ്ഞ പ്രോജക്റ്റിൽ ഫ്രീ കോച്ചിങ് കൊടുക്കുന്നതാണ് അവർ. ഇതുപോലെ നമ്മളെ ആൾക്കാർക്ക് ഹൈ റെസ്പോൺസിബിൾ റോളിലേക്ക് എത്തിക്കാൻ ഒരുപാട് ആഗ്രഹത്തോടെ സാറ് ജോബിനെസ് കൊട്ടാരം എന്ന് പറഞ്ഞ ഡയറക്ടറാണ് സാർ തുടങ്ങിയ ഒരു പ്രൊജക്റ്റാണ്. അതിൻ്റെ 2nd ബാച്ചിലേക്കാണ് ഞാൻ അഡ്മിഷൻ എടുക്കുന്നത്. ഞാൻ ഓൺലൈനായിട്ടായിരുന്നു, കാരണം അവിടെ ട്രിവാൻഡ്രത്താണ് അക്കാഡമി. അപ്പോൾ അവിടെ പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഓൺലൈൻ കോച്ചിങ് ആയിരുന്നു.
2022 ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ വർഷം ഞാനൊരു അറ്റംപ്റ്റും കൊടുത്തു, ജസ്റ്റ് എക്സാം എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അറ്റംപ്റ്റ് കൊടുത്തു. പക്ഷേ അത് ഫിലിംസ് ക്ലിയർ ചെയ്തില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഒരു 2 കൊല്ലത്തെ കോച്ചിങ് കഴിഞ്ഞ് കഴിഞ്ഞ വർഷമാണ് 2023 ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റ് കൊടുക്കുന്നത്. അത് സീരിയസ് ആയിട്ട് പഠിച്ചിട്ടായിരുന്നു കൊടുത്തത്. അങ്ങനെ അത് പ്രിലിംസ് ക്ലിയർ ചെയ്തു, മെയിൻസും ക്ലിയർ ചെയ്തു. ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൽ വന്നിരിക്കുന്നു, 922 റാങ്കാണ്. ഇത്രയാണ് എൻ്റെ ജേണി ഇതിലേക്കുള്ള ഒരു ജേണി എന്ന് പറയുന്നത്.